മുംബൈ ചന്ദ്രശേഖർ ശർമ്മ എന്നൊക്കെയാണ് പേര് പറയുന്നത്. പക്ഷേ എന്തായാലും നമ്മളിവിടെ 10-25 കൊല്ലമായിട്ട് ഇവിടെ കേരളത്തിൽ തന്നെ കാണാനുണ്ട്. പിന്നെ എങ്ങനെയാണോ ഈ മുംബൈ ചന്ദ്രശേഖർ ശർമ്മ എന്ന് വന്നത് അറിയില്ല. മൈസൂർ പാക്ക് എന്ന് പറയുന്ന പോലെ അതെ, അതിന് മൈസൂരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ചന്ദ്രു എന്ന് നമ്മൾ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന മുംബൈ ചന്ദ്രശേഖർ ശർമ്മ വളരെ എന്താ പറയുക, കുട്ടിക്കാലത്ത് തന്നെ ഭാഗവത രംഗത്തേക്ക് വന്ന് കൃഷ്ണപ്രേമി മഹാരാജ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പരമ്പരയിൽ കൃഷ്ണപ്രേമി മഹാരാജിൻ്റെ ഭാഗവത ഗുരുകുലം തന്നെയുണ്ട്. ഭാഗവത ഗുരുകുലം കുട്ടികളെ മുഴുവൻ, അത്ര കൊച്ചു കുഞ്ഞുങ്ങളെ, നമ്മളിവിടെ വേദപാഠശാല നടത്തുന്ന പോലെ ഭാഗവത പാഠശാല. ഭാഗവതം മുഴുവൻ ഹൃദയസ്ഥവുമാക്കണം, അത് മുഴുവൻ വ്യാഖ്യാനിക്കാനും പഠിക്കും. അങ്ങനെ മിക്കവാറും ഭാഗവതം മുഴുവൻ ഹൃദയസ്ഥമായിട്ടുള്ള ഒരു ആചാര്യനാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ആചാര്യൻ എന്നുള്ള പദത്തിന് ഒരു പൂർണ്ണമായിട്ടും ഒരു അംഗീകാരം നൽകാൻ പറ്റിയൊരു ആചാര്യനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗവത അനുഭവം, അദ്ദേഹം എങ്ങനെയാണ് ഭാഗവതം സ്വായത്തമാക്കിയത്. അപ്പോൾ അത് പുതിയ ആചാര്യന്മാർക്കുള്ള, ഇപ്പോൾ വളർന്നു വരുന്ന, ഇപ്പോൾ തട്ടിയും മുട്ടിയിട്ട് ആചാര്യന്മാരെ കൊണ്ട് നിവൃത്തിയില്ലാതായിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ആചാര്യന്മാരാണ്. അപ്പോൾ ശരിക്കുള്ള ആചാര്യന്മാർ ആരാണ്, അവരെങ്ങനെയായിരിക്കണം, അവരുടെ സാധന എത്രമാത്രം ഗൗരവമാർന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഗുരുകുല അനുഭവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പഠന അനുഭവം അത് നമുക്ക് ആദ്യം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സപ്താഹാദികളിലേക്ക് കടക്കാം. പ്രേമികം സദ്ഗുരും ഭജേ. ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കി ജയ്. സൂഷാചമേ സുദിനഞ്ചമേ. വേദം പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് വലിയ സുദിനമാണ്. ഉഷ സുദിനം നമുക്ക് കിട്ടി. എന്തുകൊണ്ട്? ആചാര്യ ദർശനം കൊണ്ട് തന്നെ നമുക്ക് സൂഷാചമേ സുദിനഞ്ചമേ. ഇപ്പോൾ എല്ലാ ആചാര്യന്മാർക്കും ശിഷ്യന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടായി. അത് ഇപ്പോൾ തുടങ്ങിയതില്ലേ, പണ്ട് തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ തന്നെ പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാർ നിറച്ച് കിട്ടും, പക്ഷേ നല്ല ശിഷ്യന്മാർ കിട്ടണ്ടേ. ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, വിമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, പ്രമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, ദമായന്തു ബ്രഹ്മചാരിണ സ്വാഹ, ശമായന്തു ബ്രഹ്മചാരിണ സ്വാഹ. വേദത്തിൽ തന്നെ ഋഷീശ്വരന്മാർ പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങളാണ്. ഇനി നമ്മൾ സപ്താഹ ആചാര്യന്മാരൊക്കെ ആദ്യം ഈ മന്ത്രം ചൊല്ലിയിട്ട് തുടങ്ങിയാൽ നന്നായി എന്ന് തോന്നുന്നു. അത് ഞങ്ങൾ ആദ്യം ഗുരുനാഥൻ ഭാഗവത പാഠശാല ആദ്യം തുടങ്ങിയപ്പോൾ 1964 അപ്പോൾ എൻ്റെ ഗുരുനാഥൻ അവരൊക്കെ 9 ശിഷ്യന്മാർ അവിടെ പഠിച്ചു. നവരത്നം എന്ന് പറയാറുണ്ട്, ഭാഗവത നവരത്നന്മാർ. പിന്നെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ 4 പേരെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുനാഥൻ തമാശയായിട്ട് പറഞ്ഞതാണ്, ഭാഗവത പാഠശാല തുടങ്ങുമ്പോൾ നിറച്ച് കുട്ടികൾ കിട്ടേണ്ടേ, 4 പേര് മാത്രമേ കിട്ടാൻ. എന്താ കാരണം? ആലോചിച്ചു. അപ്പോഴാണ് ഫോട്ടോ നോക്കിയപ്പോൾ ദക്ഷിണാമൂർത്തിക്ക് 4 ആളെ കിട്ടിയിട്ടുള്ളൂ. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. പിന്നെ ശങ്കരാചാര്യൻ്റെ ഫോട്ടോ കണ്ടാൽ അവിടെയും 4 പേര്, പത്മപാദൻ, അസ്താമലകൻ, ഇങ്ങനെ ഉള്ള 4 ആൾക്കാർ. അപ്പോൾ അദ്ദേഹം ഗുരുനാഥൻ പറഞ്ഞു, ഇപ്പോൾ വലിയ വലിയ ആചാര്യന്മാർക്ക് തന്നെ 4 പേർ കിട്ടിയിട്ടുള്ളൂ പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് 4 പേർ ധാരാളം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആചാര്യന്മാർ എങ്ങനെയാണോ അതേപോലെ ശിഷ്യന്മാരും നല്ല ശിഷ്യന്മാരായി കിട്ടണമെന്ന് ആചാര്യന്മാർ പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങനെ ആദ്യം തപോവനം എന്ന് പറയുന്ന തിരുവണ്ണാമല അടുത്തുള്ള തപോവനം എന്ന സ്ഥലത്തിലാണ് ജ്ഞാനാനന്ദ സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ സമാധി ദിവസം പ്രമാണിച്ച് എല്ലാ കൊല്ലവും എൻ്റെ ഗുരുനാഥൻ്റെ സപ്താഹം നടത്താറുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വേദം പഠിച്ചു, ഋഗ്വേദമാണ്. കുളിത്തല എന്ന് പറയുന്ന തിരുച്ചിയടുത്തുള്ള ഗ്രാമത്തിൽ പഠിച്ചു. വേദപാരായണത്തിന് വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഗുരുനാഥൻ്റെ സപ്താഹം കഥ കേൾക്കാൻ കുതൂഹലത്തിലാണ് ഞങ്ങൾ അവിടെ ഒക്കെ ഇരുന്ന് കേട്ടു. അപ്പോൾ ഗുരുനാഥൻ വിസ്തരിച്ച് ബാലലീലകളൊക്കെ എൻ്റെ ഗുരുനാഥൻ്റെ കൃഷ്ണ ബാലലീലകൾ ഓരോ ആഴ്ച വിസ്തരിച്ച് പറയും.
എന്നിട്ടും അവസാനിക്കില്ല. അങ്ങനെ പുതിയ പുതിയ ഹൃദയ എത്രാഗ്രേ ഭാവഭക്ത സരസരചനയാ. പദപദാർത്ഥം എല്ലാവർക്കും അറിയാൻ സാധിക്കും. ശുകനുക്കാണ് ഭാവഭക്ത എന്ന് പറയുന്നത്. അത് ഗ്രന്ഥത്തിൻ്റെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കി ആ ഭാവം പറയണ്ടേ. എത്രാഗ്രേ ഭാവഭക്ത സരസരചനയാ വ്യാസപുത്രോ ബഭൂവ. അതാണ് എൻ്റെ ഗുരുനാഥൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ സംസ്കൃതത്തിൻ്റെ അർത്ഥം സാധാരണ അർത്ഥമാണ് ഉണ്ടാവും. ഇന്ന് കൂടുതൽ കാണുമ്പോൾ ഗതോത്തരീയ അങ്ങനെ ഒരു പദമുണ്ട് ഭാഗവതത്തിൽ. ഭഗവാൻ ഉത്തരീയം ഉപേക്ഷിച്ച് ചെന്നു. അതിനൊരു 10-15 അർത്ഥം അദ്ദേഹം പറയും. അതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ സമയമാവും, എന്നാൽ മുന്നിട്ട് പറയാം. എന്തുകൊണ്ട് ഭഗവാൻ ഉത്തരീയം ഉപേക്ഷിച്ചു ചോദിച്ചാൽ, ഭീഷ്മൻ ഭഗവാനെ കാണാൻ കൊതിക്കുന്ന ആളല്ലേ. ഉത്തരീയം ഇട്ടിരിക്കുമ്പോൾ മറച്ചിരിക്കുന്നു, തൻ്റെ സൗന്ദര്യം നന്നായിട്ട് കണ്ടട്ടെ. കാരണം നമ്മളൊക്കെ വേഷം ധരിച്ചാലാണ്, വേഷം ആഭൂഷണം വസ്ത്രമൊക്കെ ധരിച്ചാലാണ് സൗന്ദര്യം. ഗുരുവായൂരപ്പനൊക്കെ ഒന്നുമില്ലാതെ കോണകം മാത്രം ധരിച്ചാലാണ് സൗന്ദര്യം. അപ്പോൾ തൻ്റെ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി ഭഗവാൻ ഗതോത്തരീയ. പിന്നെ ഭീഷ്മനെ വധിക്കാൻ വേണ്ടി പറയുമ്പോൾ ഗൃഹസ്ഥന്മാർക്ക് മിനിമം 2 പൂണൽ വേണം പറയാറുണ്ട്. സ്രൗതസ്മാർത്തേഷു കർമ്മേഷു യജ്ഞോപവീതേ ദ്വേധാര്യേ സ്രൗതസ്മാർത്താദി കർമ്മസു തൃതീയമുത്തരീയഞ്ച. തമിഴ്നാട് ബ്രാഹ്മണന്മാരൊക്കെ 2 പൂണൽ ധരിക്കാറുണ്ട് മിനിമം. ഇവിടെ കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലേ, അതൊരു ദേശാചാരം. ഇപ്പോൾ യജ്ഞോപവീതേ ദ്വേധാര്യേ സ്രൗതസ്മാർത്താദി കർമ്മസു. 3ാമത്തെ പൂണലൂണ് ഇടാറുണ്ട്. എന്തിനാ ചോദിച്ചാൽ തൃതീയം ഉത്തരീയം വൈ. ഉത്തരീയം ഇല്ലാതെ ഒരു മുണ്ടോടെ ഇരിക്കുന്ന ആൾക്കാർ ബ്രഹ്മചാരി മാത്രമേ ഉള്ളൂ. ഗൃഹസ്ഥന്മാർക്ക് മിനിമം 2 മുണ്ട് വേണം. അപ്പോൾ ഉത്തരീയം ഇല്ലാതെ ഏത് കർമ്മം ചെയ്താലും നോത്തരീയം കൃതം കർമ്മ നിഷ്ഫളായ ഭവേദിതി. ഉത്തരീയം ഇല്ലാതെ കർമ്മം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്പൂരിമാർക്ക് നിങ്ങൾ പൂജയൊക്കെ ചെയ്യുമ്പോൾ കാണാം, നല്ല മുറുക്കി ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഉത്തരീയം ധരിക്കാറുണ്ടല്ലോ. അതാണ് ഉത്തരീയം ഇല്ലാതെ കർമ്മം ചെയ്താൽ ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ അത് അഴിച്ചു വെച്ചിട്ട് പോകും, വീണ്ടും കർമ്മം തുടങ്ങുമ്പോൾ അത് ഇടും. അത് ഉത്തരീയം ഇല്ലാതെ കർമ്മം ചെയ്താൽ അത് നിഷ്ഫളമാവും. ഇപ്പോൾ ഭഗവാൻ ഉത്തരീയം ഉപേക്ഷിച്ച് പോകാൻ എന്താ കാരണം? ഭീഷ്മനെ വധിക്കാൻ വേണ്ടിയാണ് പോകുന്നു, പക്ഷേ വധിക്കാൻ പോകുന്നില്ലേ, അത് സഫലമാവില്ലേ, അത് തോടിപ്പിക്കാൻ വേണ്ടിയാണ് ഗതോത്തരീയ. പിന്നെ ഇവിടെ നിന്നും ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അർജുനനെ അടിക്കാൻ ആരെങ്കിലും വരൂല്ലേ, അപ്പോൾ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ മുണ്ട് അവിടെ ഇട്ടുവിട്ടു. ഗതോത്തരീയ. മാത്രമല്ല, ഭഗവാൻ ചാടി ഇറങ്ങിയപ്പോൾ കൊടിയിലിരുന്ന ഹനുമാനും ഒപ്പം ചാടി ഭഗവാനോടൊപ്പം. അപ്പോൾ ഹനുമാൻ ഇരിക്കണമെങ്കിൽ ഭഗവാന്റെ സംബന്ധമായി അവിടെ ഉണ്ടാവണം എന്തെങ്കിലും. അപ്പോൾ ഹനുമാനെ ഇരുത്താൻ വേണ്ടി ഉത്തരീയം അവിടെ ഇട്ടു. ഗതോത്തരീയ. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാം ഋതമധികർത്തുമവപ്ലുതോ രഥസ്ഥഃ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുഹു ഹരിരിവഹന്തുമിഭം ഗതോത്തരീയ. ഭഗവാൻ ചാടി പുറപ്പെട്ടപ്പോൾ ഭൂമി ചലദ്ഗുഹു, ഭൂമിൻ്റെ ഭൂകമ്പം ഉണ്ടായി. ഭൂമിക്ക് പേടിയായി, ഇപ്പോൾ തന്നെ പ്രളയവും ഉണ്ടാവുമോ. അപ്പോൾ ഭഗവാൻ ഉത്തരീയം അവിടെ ഇട്ടപ്പോൾ പകുതി സീറ്റിലും പകുതി ഭൂമിയിലായിരുന്നു. അപ്പോൾ ഭൂമിയിൽ കാറ്റിൽ ആടുന്നത് കണ്ടപ്പോൾ ഭൂമിദേവിയോട് സമാധാനം ചെയ്യാൻ വേണ്ടി, ഇത് ഒറിജിനൽ കോപമില്ലേ, ഇത് ഒന്ന് അഭിനയമാണെന്ന് സമാധാനം ചെയ്യാൻ വേണ്ടി ഇട്ടു. ഗതോത്തരീയ. പിന്നെ ഏത് ചെയ്താലും അത് നാച്ചുറലായിട്ട് അഭിനയം വേണം. ഇപ്പോൾ കോപം വന്ന ആൾ മുണ്ടഴിത് പോലും അറിയാതെ ഓടുന്നുണ്ടല്ലോ, അതുപോലെ ഭഗവാൻ മുണ്ടഴിത് പോലും അറിയാതെ ഓടുന്നു. ഗതോത്തരീയ. പിന്നെ ഭീഷ്മൻ ബാണം ചെയ്യുമ്പോൾ വിശ്വസ്മൈ നമഃ വിഷ്ണവേ നമഃ നാമം ജപിച്ചുകൊണ്ടുന്ന ബാണങ്ങൾ അയക്കുന്നു. ആ ഭീഷ്മൻ ഇടുന്ന ബാണങ്ങളെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി ഭഗവാൻ ഉത്തരീയം ഉപേക്ഷിച്ച് പോകുന്നു. പിന്നെ ഭഗവാനെ മാരടുത്ത് മഹാലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മി കടാക്ഷം കിട്ടേണ്ടേ. സന്യാസിമാർക്ക് ലക്ഷ്മി കടാക്ഷം വേണം, മോക്ഷലക്ഷ്മി കടാക്ഷം. ഞങ്ങൾക്ക് വേറെ ലക്ഷ്മി, കുട്ടികൾക്ക് വിദ്യാലക്ഷ്മി, എല്ലാവർക്കും ലക്ഷ്മി കടാക്ഷം വേണ്ടേ. ഈ ഭീഷ്മർക്ക് മോക്ഷലക്ഷ്മി കിട്ടാൻ വേണ്ടി ഭഗവാന്റെ ഹൃദയത്തിലല്ലേ വക്ഷോനിവാസ മകരോത് പരമം വിഭൂതേഹേ, അതിങ്ങനെ മറച്ചിട്ടിട്ടുണ്ടാവും ഭഗവാൻ. വേണ്ടപ്പെട്ട ആൾ വന്നാൽ കുറച്ചിങ്ങനെ ഇടും, ലക്ഷ്മി കടാക്ഷം കിട്ടോട്ടെ. വേണ്ടാത്ത ആൾ വന്നാൽ ഇങ്ങനെ ഇടും ഗുരുവായൂരപ്പൻ. അപ്പോൾ ഭീഷ്മൻ വേണ്ടപ്പെട്ട ആളായത് കൊണ്ട് ഇത് ചെയ്തു, ഭീഷ്മർക്ക് ഒരു ലക്ഷ്മി കടാക്ഷം കിട്ടോട്ടെ വിചാരിച്ച് ഗതോത്തരീയ ഉത്തരീയം ഉപേക്ഷിച്ച് ചെല്ലുന്നു. ഇങ്ങനെ നിറച്ചും പറയും അദ്ദേഹം ഗുരുനാഥൻ.
അപ്പോൾ പ്രധാനമായ ഒരു കാര്യം, ഞാനിവിടെ ഇറങ്ങി പുറപ്പെട്ടാൽ വേറെ ആരെങ്കിലും വരുമ്പോൾ സംശയിച്ച് സീറ്റ് റിസർവേഷൻ ചെയ്യാൻ ഇപ്പോൾ സപ്താഹത്തിന് വരുന്നവർക്ക് അവിടെ ആസനത്തിൽ ബാഗ് ഇങ്ങനെ വെച്ചിട്ട് പോകില്ലേ, അത് ആദ്യം തുടങ്ങിയത് ഭഗവാനാണ്. സ്വന്തം മുണ്ട് ഇട്ട് ഗതോത്തരീയ ഇങ്ങനെ ഗുരുനാഥൻ ഇങ്ങനെ ഓരോ പദം എടുത്ത് അത് വിസ്തരിച്ച് പറയും. അതാണ് ഭാവവക്ത. കൃഷ്ണൻ പോലും ഇത്ര ആലോചിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ മുണ്ട് കിട്ടാൻ ഇത്ര കാരണം ഉണ്ടാവുമോ? കാരണം വ്യാഖ്യാതാവേത്തി നോ കവിഹി എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ വിവേകാനന്ദനോട് ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് ഒന്ന് പ്രഭാഷണം ചെയ്യുമോ? അപ്പോൾ വിവേകാനന്ദൻ പറയാമല്ലോ വിചാരിച്ച് 2 മണിക്കൂർ പ്രഭാഷണം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ രാമകൃഷ്ണ പരമഹംസനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ. അതാണ് അവസാനം തൻ്റെ ചേർത്തു. അത്രയേ എനിക്കും പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഗുരുനാഥൻ്റെ ഭാഗവത പാഠശാലയിൽ 6 കൊല്ലം അവിടെ ആദ്യം സ്തുതികൾ പഠിപ്പിക്കും. സ്തുതികൾ മുഴുവനും കണ്ഠസ്ഥമാക്കണം. കുന്തി സ്തുതി, ഭീഷ്മസ്തുതി മുഴുവനും സ്തുതികൾ കണ്ഠസ്ഥമാക്കണം. പിന്നെ ഓരോരോ ചരിത്രം, നാരദ ചരിത്രം, പരീക്ഷിത് ചരിത്രം, ഓരോരോ ചരിത്രത്തിനും മിനിമം 30 ശ്ലോകം അത് മുഴുവനും കണ്ഠസ്ഥമാക്കണം. മാത്രമല്ല പിന്നെ പ്രഭാഷണം ചെയ്യാൻ അനുവദിക്കില്ലേ. കണ്ഠസ്ഥമായ പോരാ, പിന്നെ ശ്രീധരീയം പഠിപ്പിക്കും. കാരണം ശ്രീധരീയ വ്യാഖ്യാനം പഠിച്ചാലേ ഭാഗവതം പ്രഭാഷണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശ്രീധര സകലം വേത്തി പറയാറുണ്ടല്ലോ. ശ്രീധരീയ വ്യാഖ്യാനം പങ്ക്തിയും അദ്ദേഹം എഴുതി മാർക്ക് ചെയ്ത് തരും. ഇത് കണ്ഠസ്ഥമാക്കണം. അതുകൂടി കണ്ഠസ്ഥമാക്കിയ ശേഷമേ പിന്നെ പ്രഭാഷണത്തിൽ വേദിയിൽ കയറ്റി പറയിപ്പിക്കും. മുമ്പിൽ പുസ്തകം നോട്ട്സും ഒക്കെ വയ്ക്കാൻ സമ്മതിക്കില്ല ഗുരുനാഥൻ. പുസ്തകം നമ്മൾ എഴുതി വെച്ച് പോയാൽ അതിങ്ങനെ പിന്നിൽ വയ്ക്കും, ചൊല്ലിയോളൂ, എന്ത് ഓർമ്മ ഉണ്ടോ ചൊല്ലിയാൽ മതി. അങ്ങനെ പ്രഭാഷണം, പാരായണം ഇതൊക്കെ കണ്ഠസ്ഥമായി ഭാഗവതത്തിന് വേണ്ടി മുഴുവനും ജീവനം വേണം. അങ്ങനെ പറയിച്ച ഗുരുനാഥനാണ് കൃഷ്ണപ്രേമി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പാഠശാല അങ്ങനെ രീതി. എന്തിനാണ് ഇരിക്കുന്ന ആചാര്യൻ്റെ ചരിത്രം ചോദിച്ചത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവിടെ എല്ലാവരും ആചാര്യന്മാരെന്ന് പറഞ്ഞ് നടക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ എത്ര സാധന വേണം, എത്ര വലിയ തപസ് വേണം ഭാഗവതം ആചാര്യൻ എന്ന് പറഞ്ഞ് നമുക്ക് നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്ര വലിയ തപസ്സാണ് ആചരിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ എനിക്കറിയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ചരിത്രം, ഗുരുകുല ചരിത്രം ചോദിച്ചത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കൊരു പാഠമാണ്, ആചാര്യന്മാർക്കൊക്കെയുള്ള ഒരു നല്ല ഒരു പാഠമാണ്.